complaining of constant chest pain. His BP constantly kept on rising with the last recorded blood pressure of 210. കാനഡയിലെ ആൽബർട്ട എഡ്മണ്ടണിലെ ഗ്രേനൺസ് ഹോസ്പിറ്റലിൽ ഒരു ഇന്ത്യൻ വംശജനായ പ്രശാന്ത് ശ്രീകുമാർ 44 വയസ്സ് 3 കൊച്ചു കുഞ്ഞുങ്ങളുടെ അപ്പൻ ഈ കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെടുകയുണ്ടായി. ഇതിനോടകം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലുമൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ലോകമെല്ലായിടത്തും ആ വാർത്ത ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ ഒരു സംഭവം അവിടെ നിന്ന ചില ആളുകൾ, അവരുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ എടുത്തതുകൊണ്ടും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ടും മാത്രമാണ് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ വീഡിയോ കാണാനും ഇവിടെയുള്ള കാനഡ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അത് പെടുകയും അതുമാത്രമല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വരെ കാനഡയുടെ മെഡിക്കൽ സംവിധാനത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തോടുകൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആളുകൾ അതും അന്യരാജ്യത്ത് ചെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളെ അവർ ഫേസ് ചെയ്യുമ്പോൾ പലപ്പോഴും ചപലയാകുകയും അവിടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ അവർക്ക് തരണം ചെയ്യാനോ പ്രതികരിക്കാനോ ഉള്ള ഒരു ശക്തി അവർക്കൊരിക്കലും ലഭിക്കാറില്ല. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ തന്നെ വിരട്ടിയ ആളുകളെ തിരിച്ചു വിരട്ടിക്കൊണ്ട് മുഴുവനും കാനഡയും കാനഡയുടെ മെഡിക്കൽ സിസ്റ്റത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മുഴുവനും ഇന്ത്യക്കാർക്കും, പ്രത്യേകിച്ച് മുഴുവനും ഇന്ത്യൻ സഹോദരിമാർക്കും അന്യരാജ്യത്ത് ചെന്ന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ധൈര്യത്തോടെ ചങ്കുറപ്പോടെ പറയാൻ കഴിയും എന്നുള്ള ആ ഒരു വലിയ ഇൻസ്പിറേഷനാണ് ആ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സംഭവം യാദൃശ്യമായി ലോകം അറിഞ്ഞുമെങ്കിലും അറിയാതെ പോയ എത്രയോ മരണങ്ങളാണ് ഇതിനോടകം കാനഡയിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അടിക്കടി കാനഡയിൽ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനേക മാധ്യമങ്ങൾ മുന്നോട്ട് വന്നെങ്കിലും ഗവൺമെന്റിനും വലിയ ചൂടൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെയുള്ള ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ വിങ്ങിനും ഒന്നും എത്ര നെഞ്ചുവേദനയായിട്ട് ഏത് വലിയ രോഗമായിട്ട് ചെന്നാലും അവർക്കൊരു തമാശയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഈ മരിച്ചതായ പ്രശാന്ത് ശ്രീകുമാറിന്റെ വൈഫിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. By 12:20, he was sitting in the triage from 12:20 onward till about, I would say, 8:50 in the night. He was sitting in the triage complaining of constant chest pain. His BP constantly kept on rising with the last recorded blood pressure of 210. He was taken inside. He was only prescribed Tylenol during the entire waiting time that he was outside. And he was not given help. They said that chest pain is not considered acute problem. They do not suspect a cardiac arrest. When he came inside, he was asked to sit down. He got up for fraction of seconds and he collapsed. He fainted and the nurse was heard saying that I do not feel a pulse. So basically, the hospital administration, the employees of Grey Nuns Hospital have basically killed my husband Prashant Srikumar by not providing him timely medical help. And the security was so rude that instead of addressing the cause, they said, "Ma'am, you are being very rude." So basically, it is okay for them to kill a human being and to tell the wife that you are being rude. Thank you. This is my statement and I would want this to be taken to the court. എത്ര ദയനീയമാണല്ലേ. ഏതാണ്ട് ഉച്ചയ്ക്ക് 12:15 കൂടെ നെഞ്ചുവേദനയുമായി തൻ്റെ ഭർത്താവുമായി ആ ഹോസ്പിറ്റൽ കടന്നു വന്നതായിട്ടുള്ള അവര് ഏതാണ്ട് 8 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. നിരന്തരമായി പല ആവർത്തി ആ സഹോദരി അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോട്, ഡോക്ടർമാരോട്, നേഴ്സുമാരോട് കെഞ്ചുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. 210 വരെ BP വന്നിട്ടും നെഞ്ചുവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സ്വന്തം പിതാവിനോട് താൻ ആവർത്തിച്ചു പറയുമ്പോഴും ഇതൊന്നും അവിടെയുള്ള ഹോസ്പിറ്റൽ ജീവനക്കാര് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ പറയുന്നത് നെഞ്ചുവേദന എന്ന് പറയുന്നത് ഒരു അക്യൂട്ടായിട്ടൊന്നും അവർ ഇതുവരെ പരിഗണിച്ചിട്ട് പോലുമില്ല. അവർക്കൊരു തമാശയാണ്. കാരണം അവരുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ അല്ലല്ലോ ഈ നെഞ്ചുവേദന വന്ന്
അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകത്തില്ല. അതിൽ രസകരമായ ഒരു കാര്യം, നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേദനയ്ക്ക് ശമനം ഉണ്ടാകാൻ ടൈൽനോൾ കുറിച്ചു കൊടുത്ത പാർട്ടികളാണ് അവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും എന്ന് പറയുന്നത്. എന്തുവായാലും നല്ല ബോൾഡായിട്ടുള്ള ഒരു സഹോദരി ആയതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയിൽ അല്പം പോലും തളരാതെ വളരെ രൂക്ഷമായ ഭാഷയിൽ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെയും ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും നിർത്തിപ്പൊരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ആ വീഡിയോയിൽ കൂടെ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ ഈ വരും വർഷങ്ങളിൽ കാനഡയുടെ മെഡിക്കൽ സിസ്റ്റത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയം വേണ്ട. ലോകത്തിന്റെ മുന്നിൽ കാനഡയുടെ മെഡിക്കൽ സിസ്റ്റം തന്നെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ്. എന്തായാലും നഷ്ടം അവർക്ക് മാത്രമാണ്. അത് നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു സംഭവം വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ കാനഡയുടെ മെഡിക്കൽ സിസ്റ്റത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഐ ആം സൈൻ ഔട്ട് റെക്സി ജോയ്. ബൈ.